ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യപ്രതി നൌഷാദ് ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിനിടെ ഈ പ്രതി ഉത്തരങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അന്വേഷണ സംഘത്തെ മനഃപൂർവ്വം കുഴയ്ക്കാനാണ് എന്നാണ് പോലീസ് കരുതുന്നത്. പ്രതിയുമായി ഇന്ന് വീണ്ടും തെളിവെടുപ്പുണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദീപക് തരമണം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തരമണം. യഥാർത്ഥത്തിൽ ഈ നൌഷാദ് എന്ന പ്രതി പഠിച്ച കള്ളനാണോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. SKN വെരി ഗുഡ് മോർണിംഗ്. SKN ചോദിച്ച ചോദ്യം തന്നെയാണ് പോലീസ് അന്വേഷണ സംഘം ഉത്തരമായി പറയുന്നത്. കാരണം ഇയാൾ ഹാർഡ് കോർ ആണ് എന്നുള്ളതാണ് ഇന്ന് ചോദ്യം ചെയ്യലിൻ്റെ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതായത് ചോദ്യം ചെയ്യുമ്പോൾ വളരെ കൃത്യമായി നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരിക്കുക എന്നുള്ള സമീപനമാണ് ഈ മുഖ്യപ്രതി നൌഷാദ് എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, നൌഷാദിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാറ്റി മാറ്റി പറയുന്നു. മറ്റൊന്ന്, ഈ കൊലപാതകം താൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് നേരത്തെ അദ്ദേഹം ഒരു വീഡിയോയിലൂടെ അത് പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ കേസിനെ വഴിതിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. പക്ഷേ എന്നാൽ മറ്റു കൂട്ടുപ്രതികൾ കൊലപാതകം സ്ഥിരീകരിച്ചു, ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. ആ ശാസ്ത്രീയ തെളിവുകൾ കൂടി വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുക, അതായത് ചോദ്യം ചെയ്യലിനോട് അക്ഷരാർത്ഥത്തിൽ നിസ്സഹകരിക്കുകയാണ് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയവർ പറയുന്നത്. ഇന്ന് വീണ്ടും തെളിവെടുപ്പ് നടക്കുകയാണ്. ACP ഉമേഷ്, അതുപോലെ തന്നെ IO, ഈ കേസിൽ സൈബർ സ്റ്റേഷനിലെ IO KK അധീഷ് വളരെ നിർണായകമായ രീതിയിൽ ശാസ്ത്രീയമായ തെളിവുകൾ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജിജീഷ് ആയിരുന്നു, മെഡിക്കൽ കോളേജ് CA ആയിരുന്നു. അദ്ദേഹം സ്ഥലം മാറി കാസർഗോഡേക്ക് പോയി. പക്ഷേ ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ കീറാമുട്ടിയായുള്ളത് ഈ പ്രതി ചോദ്യം ചെയ്യലിനോട് ശാസ്ത്രീയ തെളിവുകൾ നിരത്തുമ്പോഴും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, SKN പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അധികം വൈകാതെ വരും. ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ DNA ഫലം, അതായത് ഹേമചന്ദ്രൻ്റെ അമ്മയുടെ രക്തസാമ്പിൾ എടുത്തിരുന്നു. ആ DNA ഫലം കൂടി അടുത്ത ദിവസം എത്തും. അതിനുശേഷം പോലീസ് ദ്രുതഗതിയിൽ അന്വേഷണ സംഘം മറ്റ് ഘട്ടങ്ങളിലേക്ക്, ഈ കേസിൻ്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കും. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നൌഷാദ് പിടിക്കപ്പെട്ടു. കാര്യം എത്ര ഒളിച്ചു നിന്നാലും നൌഷാദിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മികവും വിവരവും നമ്മുടെ പോലീസിനുണ്ടെന്നുള്ള കാര്യം സംഭവമാണ്.